ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന പണം നമ്മൾ സമയാസമയം ബാങ്കിന്റെ കൗണ്ടറിൽ കൊണ്ടടച്ച് റെസിപ്റ്റ് വാങ്ങി പോരണം. ഇന്ന് അതല്ല സ്ഥിതി. ഞങ്ങളെ പോലെ ജീവനക്കാർ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഞങ്ങളുടെ പണം മാസം ഒരു തീയതി ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ടാവും. 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി അത് ബാങ്ക് പിടിച്ചെടുക്കും. 4000-ഓ 5000-ഓ 10,000-ഓ ആവട്ടെ, കൃത്യമായി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് പിടിച്ചെടുക്കും. അതുപോലെ കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന സംഖ്യയിൽ നിന്ന് 1500 കോടി 1800 കോടി സർക്കാരിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ മുതലാളിമാർ, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, അവർ പിടിച്ചു കൊണ്ടുപോവുകയാണ്. സർക്കാരിന്റെ കയ്യിൽ അങ്ങനെയാണ് പണമില്ലാതാവുന്നത്. ഞങ്ങളൊക്കെ ടാക്സ് കൊടുക്കുന്ന ആളുകളാ. 1250 രൂപ 6 മാസം, ഒരു കൊല്ലത്തിൽ 2500 രൂപ പഞ്ചായത്തിലേക്ക് ടാക്സ് അടച്ചുകൊണ്ട് തൊഴിൽ നികുതി കൊടുത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ വരുമാന പരിധി 5 ലക്ഷത്തിൽ കൂടുതലായാൽ, ഒരു കൊല്ലത്തിൽ കൂടുതലായാൽ അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെയും ടാക്സ് പിടിക്കുകയാണ്. ഭൂനികുതി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, കെട്ടിട നികുതി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പോലെ എല്ലാ കാര്യത്തിലും ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ശമ്പളമില്ല, ഞങ്ങൾക്ക് DA ഇല്ല, ഞങ്ങൾക്ക് ലീവ് സറണ്ടർ ഇല്ല. ഇതിനു വേണ്ടിയുള്ള സമരമാണ്, ജീവിക്കാനാണ് ഈ സമരം. ഞങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായി നാളെ ഏതെങ്കിലും സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അവരുടെ യജമാന പാദസേവരാകുന്ന ചരിത്രമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2002-ൽ അന്ന് നായനാർ സർക്കാർ 2001-ൽ ബാക്കി വെച്ചു പോയ, ചണ്ടിയാക്കി പോയ ഖജനാവ് നോക്കി ശ്രീമാൻ AK ആന്റണി വാഷ് ബേസിന്റെ മുന്നിൽ തൂക്കാൻ ഒരു ടവൽ വാങ്ങാൻ പണമില്ലാത്ത സാഹചര്യം. മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയി ഒരു പരാതി പറയാൻ, പ്രധാനമന്ത്രിയോട് കുറച്ച് പണം ചോദിക്കാൻ ഒരു പരാതി പറയാൻ, വിമാനം കയറാൻ ടിക്കറ്റ് എടുക്കാൻ കഴിയാത്തൊരു കാലം. അത്ര പോലും ഖജനാവ് കാലിയായ ഒരു സമയത്ത് 20 ദിവസം ഉണ്ടായിരുന്ന ലീവ് സറണ്ടർ, അന്ന് 20 ദിവസമായിരുന്നു ലീവ് സറണ്ടർ. ഒരു കൊല്ലത്തിൽ അധികം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 20 ദിവസത്തെ അധിക ശമ്പളം. ആ ശമ്പളം താൽക്കാലികമായി ഞാനൊന്ന് പിടിച്ചു വെക്കുന്നു, ഖജനാവ് മെച്ചപ്പെടുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് തിരിച്ചു തരാമെന്ന് AK ആന്റണി പറഞ്ഞപ്പോൾ 2002 ഫെബ്രുവരി മാസം 9-ാം തീയതി ഓഫീസ് വിട്ടിറങ്ങി AK ആന്റണിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, ഞങ്ങളുടെ പൂർവികരായ നേതാക്കന്മാർ നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഒരു ആനുകൂല്യവും ആ ആനുകൂല്യത്തിൽ കൈവെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആന്റണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവനക്കാരന്റെ മേഖലയിൽ 19% ക്ഷാമബത്ത കുടിശ്ശികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലാസ് 4 ജീവനക്കാരൻ ഒരു ഓഫീസിലെ പിയൂണിന് 4370 രൂപ ഈ സർക്കാർ പിടിച്ചു വെക്കുകയാണ് ഓരോ മാസവും. അതുപോലെ തന്നെ ഒരു ക്ലർക്കിനെ സംബന്ധിച്ച് 4900 രൂപ ഈ സർക്കാർ പിടിച്ചു വെക്കുകയാണ് ഓരോ മാസവും. അത്രയൊക്കെ സംഖ്യ പിടിച്ചു വെക്കുമ്പോഴും കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ഓരോ വർഷവും 30 ദിവസത്തെ ശമ്പളം സർക്കാർ പിടിച്ചു വെക്കുമ്പോഴും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന NGO യൂണിയൻ ഒരു വാക്കുപോലും ഉണ്ടെന്നില്ല. ഈ സർക്കാരിന്റെ പാദസേവ ചെയ്യുകയാണ് അവർ. എന്താണ് ഇപ്പൊ ചെയ്യുന്നതെന്നാണ് വലിയ അതിശയം. മീൻ വളർത്തൽ, കപ്പ കൃഷി, വാഴകൃഷി, ഇപ്പൊ കുട്ടനാട്ടിൽ നെല്ലുണ്ടാക്കാൻ പോവുകയാണ്. കുറ്റപ്പുറത്ത് തീവണ്ടിക്ക് റെയിൽവേ സ്റ്റോപ്പ്, അവിടെ തീവണ്ടിക്ക് ഷോപ്പ് അനുവദിക്കണമെന്ന് പ്രമേയം പാസാക്കുകയാണ്. നാണമില്ലാത്ത വർഗം. ജീവനക്കാരന്റെ പിച്ചച്ചട്ടിയിൽ സർക്കാർ കൈയിട്ട് വാരി 65,000 കോടി രൂപയ്ക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും ഈ സർക്കാർ കടപ്പെട്ടിരിക്കുമ്പോൾ പോലും സർക്കാരിനോട് ഒരു ആനുകൂല്യം വാങ്ങി ജീവനക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ യൂണിയൻകാർ കലാമേള കളിച്ച് നടക്കുകയാണ്. നാണമില്ലാത്ത വർഗം എന്നേ ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധിയില്ല. മെഡിസെപ്പിനെ കുറിച്ച് എന്നെ മുമ്പ് സംസാരിച്ച സന്ധി ടീച്ചർ സൂചിപ്പിച്ചു. ഒരു മാസം 500 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. ഒരു മാസം 500 രൂപ എന്ന് പറയുമ്പോൾ 6000 രൂപ ഒരു വർഷം. 6000 രൂപ എങ്ങാനും രണ്ടാൾ ഭാര്യയും ഭർത്താവും ജീവനക്കാരായിട്ടുണ്ടെങ്കിൽ 12,000 രൂപ. ഞങ്ങളുടെ അച്ഛനോ അമ്മയോ പെൻഷനറായിട്ടുണ്ടെങ്കിൽ വീണ്ടും 6000-ഉം 24,000 രൂപ വരെ ഒരു മാസം മെഡിസെപ്പ് സംവിധാനത്തിലേക്ക് കൊടുക്കുന്ന ജീവനക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ആ ജീവനക്കാർക്ക് 24,000 രൂപ കൊടുത്താൽ നിങ്ങൾക്കറിയില്ലേ, ഈ ടാക്സി ഓടിക്കുന്ന ജീവനക്കാരും നാട്ടുകാരും ഒക്കെ 12,000-ഓ 13,000-ഓ കൊടുത്താൽ സ്റ്റാർ ഹെൽത്ത് പോലുള്ള പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ മെച്ചപ്പെട്ട ഇൻഷുറൻസ് സംവിധാനം നിലവിലുള്ള നാടാണ് ഈ കേരളം. ആ കേരളത്തിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 24,000 രൂപ പിടിച്ചെടുക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ആശുപത്രി എംപാനം ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് പോയാൽ അവിടെ തലയെടുക്കും, കാലെടുക്കൂല. അപ്പുറത്ത് പോയാൽ അവിടെ കണ്ണെടുക്കും, പല്ലെടുക്കൂല.
ഞങ്ങൾക്കൊരു ചികിത്സാ സംവിധാനമില്ല. 240 കോടി 250 കോടി പ്രതിവർഷം റീഇംബേഴ്സ്മെന്റ് സംവിധാനത്തിലേക്ക് സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ഒരു രംഗത്ത് ഞങ്ങൾ കൂടി നിർദ്ദേശിച്ച 10ാം ശമ്പള കമ്മീഷനിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഞങ്ങൾ കൂടി നിർദ്ദേശിച്ച സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇവിടെ നടപ്പിലാക്കിയപ്പോ ഇതാണ് അവസ്ഥ. നിങ്ങൾക്കറിയോ, 6,000 രൂപ ഒരു ജീവനക്കാരന്റെ പിടിച്ചെടുക്കുമ്പോ ഇൻഷുറൻസ് കമ്പനിക്ക് സർക്കാർ കൊടുക്കുന്നത് 4,763 രൂപയാണ്. 863 രൂപ പോകുന്നത് സെൻട്രൽ GST, സ്റ്റേറ്റ് GST സർക്കാരിലേക്ക് തിരിച്ചു ചെല്ലുന്നു. 363 രൂപ ഓരോ ജീവനക്കാരന്റെ കയ്യിൽ നിന്നും സർക്കാർ പിടിച്ചു വെക്കുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നെറ്റ് ധാരാളം കണ്ടുകിട്ടുന്നവരാ. നിങ്ങളൊന്ന് നോക്കി പരിശോധിക്കുക. 363 രൂപ സർക്കാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചു വെക്കുക. സർപ്ലസ് ഫണ്ട് ഉണ്ടാക്കുമെന്നാ പറയുന്നത്. ആർക്ക് വേണ്ടി? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സുരക്ഷ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട തൊഴിലുടമയായ സർക്കാർ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പ്രളയം വന്നപ്പോഴും, ഓക്കി വന്നപ്പോഴും, ദുരന്തങ്ങൾ മാറി മാറി വന്നപ്പോഴും, നിപ്പ വന്നപ്പോഴും, കോവിഡ് വന്നപ്പോഴും സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് അവനവന്റെ ജീവിതം നോക്കാതെ, അവനവന്റെ ശരീര സുരക്ഷ നോക്കാതെ, അവന്റെ കുട്ടികളെടുത്ത് പോകാൻ സമയമില്ലാതെ ആളുകളുടെ ഇടയിലേക്ക് സർക്കാരിന്റെ പ്രവർത്തനവുമായി ആരോഗ്യ രംഗത്തും സുരക്ഷാ രംഗത്തും ഒക്കെ ഇറങ്ങി തിരിച്ചവരാ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ. ഞങ്ങളുടെ സുരക്ഷ ആര് നോക്കും? ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം 2021 ശമ്പള പരിഷ്കരണം 2019 പൈസയിൽ ഞങ്ങൾക്ക് തന്നപ്പോ അന്നുള്ള കുടിശ്ശിക കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ഒക്ടോബർ മാസത്തിലും ഈ ഏപ്രിൽ മാസത്തിലും ഒക്ടോബർ മാസത്തിലും ഞങ്ങൾക്ക് തരാമെന്ന് സർക്കാർ കരാർ ചെയ്തതാ. സർക്കാർ ഉത്തരവുള്ളതാ. കഴിഞ്ഞ ഏപ്രിൽ മാസവും ഒക്ടോബർ മാസവും കഴിഞ്ഞു, 1 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2024 ജനുവരി 24-ാം തീയതി ഞങ്ങൾ സമരം നടത്തിയതിന്റെ ഫലമായി പിണറായി വിജയനും ധനകാര്യമന്ത്രി ബാലഗോപാലിനും പ്രഖ്യാപിച്ച 2% ക്ഷാമബത്ത കിട്ടി.